പെരുന്നാളിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടമാവുന്ന നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിംഗാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. 20 ഗ്രാം ചൈന ഗ്രാസ് 2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വളരെ തിന്നായിട്ടുള്ള സേമിയം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുനാഫ ഡോ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. 1 ലിറ്റർ പാലിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ലൈറ്റ് കൊക്കോ പൗഡർ ആട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അത് നന്നായിട്ട് കട്ടില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതേ ടൈമിൽ തന്നെ ചൈന ഗ്രാസ് നമുക്ക് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കണ്ടൻസ് മിൽക്ക് ഞാൻ ചെറിയൊരു ടിന്ന് മുഴുവനായിട്ടാണ് ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 8 9 ഒക്കെ ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച്. അത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ചൈന ഗ്രാസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്താൽ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സേമിയ മിക്സ് ഈ ഒരു ട്രേയിലേക്ക് മാത്രമേ തികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ട്രേയിൽ മാത്രമല്ല നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്, വേറൊരു ട്രേയിൽ കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും ഈ ഒരു മിക്സ് തന്നെ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് 2 കപ്പൊക്കെ സേമിയ എടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തതും കൂടെ അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ട്രേയിൽ ഞാൻ പ്രാലൈൻ ഉണ്ടാക്കിയിട്ട് പൊടിച്ചിട്ടാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേറെ ടേസ്റ്റ് ഉണ്ടാവുക ഇതാണ് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുക കേട്ടോ. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്